അപ്പൊ മഴക്കാലത്ത് നമ്മുടെ സിമ്മുവിന്റെ തോട്ടത്തിൽ എന്തൊക്കെ കായ്കനികൾ ഉണ്ടെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് തോട്ടത്തിലേക്ക് ഇങ്ങനെ പോവാണേ. ഓ, ഇത് ഫുള്ള് കാടായി, ഘോര വനാന്തരമായി. ഇത് കണ്ടോ, കുഞ്ഞു മാവാണ്. ഇവിടെ വരക്കേ ഉള്ളൂ. അതിനകത്ത് തന്നെ വേണ്ട നല്ല മാങ്ങ. ഇത് മാവാന്ന് അറിയത്തില്ല, ഇലയ്ക്കും ശരിയാ, മാവിലയുടെ ഒരു മണമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു മാങ്ങ പറിച്ചു നോക്കാം. ശരിയാ, ഇലയ്ക്ക് മണമില്ല, പക്ഷെ മാങ്ങയ്ക്ക് നല്ല മണമുണ്ട്. ഈ ഞാൻ 1 2 നല്ല മണം. അടുത്ത് തന്നെ ഒരു പേരമരം നിപ്പുണ്ട്. ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാനൊരു 1-2 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. കാരണം മഴ കായി പോയി കഴിഞ്ഞാൽ ഈ കായ്കളിലൊക്കെ വെള്ളം കയറുമല്ലോ. അപ്പം എൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. മഴ തുടങ്ങി ഇപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞു. അങ്ങനെ വേണ്ട പേരമരത്തിൻ്റെ ചോട്ടിൽ നോക്കൂ, 1 2 3 4 5 6 6 7 8 പേരക്കയോളം താഴെ പോയി. അപ്പോൾ ഓരോ പേരക്ക താഴെ വീഴുമ്പോഴും അമ്മ എന്നെ വിളിച്ച് വഴക്ക് പറയും. എൻ്റെ അഹങ്കാരം കാരണമാണ് ഇത്രയും പേരക്ക താഴെ പോയത്. ഒരു പേരക്ക കിട്ടി. ഈ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറയുന്ന സ്കീം ഉണ്ടല്ലോ, അതാണ് അമ്മയുടെ. മുകളിലത്തെ പേരക്കയ്ക്ക് അമ്മ ഇത് ഇടത്തില്ല അല്ലേ, അത് വവ്വാലിനുള്ളത്. താഴെ ഉള്ളത് നമുക്കുള്ളത്. പക്ഷെ നമുക്കുള്ളതിനകത്ത് അമ്മ മറ്റേ ആപ്പിളിൻ്റെ ഉടുപ്പൊക്കെ എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാ ഇത് പിടിക്കൂ. അപ്പോൾ ഇനി ഞാൻ ആ കൊമ്പത്തെ മാങ്ങയല്ലല്ലോ, ഇത് പേരക്ക പറിക്കാൻ പോവുകയാണ്. മാങ്ങ പേരക്ക. നീ കൊണ്ടുവരൂ, കൊട്ട കൊണ്ടുവരൂ. ദിസ് ഈസ് ഹിമാലയൻ മൾബറി. ഈ ഹിമാലയൻ മൾബറിക്കും എനിക്ക് കുറച്ച് വഴക്ക് കേട്ടോ. ഇതിനകത്ത് കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇതായിപ്പോയി, മഴയത്ത് താഴെ വീണു. പക്ഷെ അമ്മ വിഷമിക്കണ്ട, ഞാൻ അവിടുന്ന് മൾബറി കഴിച്ചു. പത്തനംതിട്ട വീട്ടിൽ ഇഷ്ടംപോലെ മൾബറി ഉണ്ട്. ഇതിനകത്ത് ഇനിയും നിപ്പുണ്ട്, ഇതും ഒക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇതാണ് പീനട്ട് ബട്ടർ. ഇനിയുണ്ട് ബ്ലാക്ക് ടീ. ഇത് ഫുള്ള് ഉറുമ്പും കൂടാണ്. ഇത് പറിക്കും. ഏതാ മുകളിലുള്ളതൊക്കെ താഴെ പോയി. അമ്മ ഇങ്ങനെ നോക്കി വെച്ചിരുന്നതാണോ എനിക്ക് വേണ്ടി? ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, എന്ത് രസമായിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ കുറേ പറിച്ചു. ഇത് റോ ആയിട്ട് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാ. കഴിഞ്ഞ ആഴ്ച പറിച്ചത് ഇതല്ല, പിന്നെ പുളിയുണ്ട്. ഈ വഴുതനങ്ങ അമ്മ വിത്തിന് വേണ്ടി വെച്ചേക്കുവാ. ചാമ്പ, അയ്യോ എനിക്ക് സാധാ ചാമ്പയാ ഇഷ്ടം. 3 തരം ചാമ്പയുണ്ട്. സാധാ ചാമ്പ, ചുമന്ന ചാമ്പ, വെള്ള ചാമ്പ. പറിക്കാൻ പോകും. എണ്ണവേ ഉള്ളൂ. കാലം എൻ്റെ ഇടയ്ക്കോട്ട്. ചെറിയ ചെറിയ കായകൾ, സോ നൈസ്. ഈ മിറക്കിൾ ഫ്രൂട്ട് ആണെങ്കിൽ അത് നിന്ന് അതിന്റെ പഴുത്തൊരവസ്ഥ എത്തിക്കണ്ടേ. അത് നോക്കിയേട്ടാ, എനിക്ക് മുമ്പ് ഇഷ്ടംപോലെ ഇങ്ങനെ ഇറങ്ങല് പോലെ പിടിച്ച് വെക്കുമായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ കാണുന്നത്. വെള്ള ചാമ്പയുടെ മരം ഇതാണ്. ഒക്കെ ഒരുവിധം പോയതാ, ഇപ്പം ചെറിയ ഇതേ ഉള്ളൂ. ഇത് വലിയ ടേസ്റ്റ് കാണത്തില്ല, കാരണം ഫുൾ വെള്ളം കയറി കാണും. ഇത് ലവ് ലോലിക്ക. ഈ ലവ് ലോലിക്ക ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ബറാബ ഈ പറയണ പോലെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടൊന്നുമല്ല. എന്തോ ഒരു കാ, അത്രേ ഉള്ളൂ. പുലാസാനൽ കാ പിടിച്ചു. എന്താണ് ഈ പുലാസാന എന്ന് എനിക്ക് അറിയത്തില്ല. പുലാസാൻ, ഓ ഇത് എനിക്കറിയില്ല. നമ്മള് ഇച്ചിരി കൂടി വില കൂടുതലായിട്ട് മേടിക്കുന്ന സാധനം, റെഡ് കളർ ഇരിക്കുന്ന, അതാണ് പുലാസാൻ. ഇതും ഞാനൊന്ന് കഴിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് പപ്പയ്ക്ക. അതെ, ഓ മൈ ഗാഡ്, ഇത് ഭയങ്കര പഴുത്ത പപ്പയ്ക്കാണ്. താഴെ വീഴുമ്പോൾ പുളിക്കോന്നാവോന്ന് എനിക്കൊരു സംശയം. പ്ലിക്കെന്നായിപ്പോയി. കാൽ കിട്ടിയപ്പോൾ എന്നെ വേണ്ട ഒരു കൈ സഹായം. പിന്നെ ഇതെല്ലാം ഇനി വന്നേ മതി. ഓറക്കല്ല, ഇനി വാ.
അപ്പം ഇനിയും കുറേ ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്. അതൊക്കെ കാണിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അമ്മ ഇങ്ങനെ നിൽക്കുന്നപ്പം ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ നിപ്പാണ് ഈ നിൽക്കുന്നത്. ഇത്തവണ ഒരു കൊട്ടയും, ചെറിയ കൊട്ട കേട്ടോ, ഒരു കൊട്ടയും അവിടെ പിണങ്ങിയിരിക്കുന്നുണ്ടോ, ബാടാ ബാടാ, ഒരു കൊട്ടയും ആ കൊട്ടയിൽ കവിയാത്ത ഒരു പപ്പയ്ക്കയും കൂടി ഉണ്ട്. അപ്പം ഇനി അടുത്ത വർഷത്തെ കർഷകശ്രീ അവാർഡ് അമ്മയ്ക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിപ്പരയ്ക്കും വണക്കം. ഞങ്ങളിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പകത്തൊക്കെ സെറ്റ് ചെയ്യട്ടല്ലേ. അമ്മ എന്നെ ഇത് നിർത്താൻ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ ഏതോ ചെറിയ മാവിനകത്ത് മാങ്ങയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ദിസ് ഈസ് സച്ച് കുഞ്ഞു മാവ്, ഇത്രേ ഉള്ളൂ മാവ്. എന്നെക്കാട്ടി ഒരു ഇത്തിരി കൂടി പൊക്കേ ഉള്ളൂ. അതിനകത്ത് ദേ ഒരു മാങ്ങ തൂങ്ങി കിടക്കുന്നു. എടാ ഇത് പറിക്കാനാ? വിളഞ്ഞെന്ന് തോന്നുന്നു. ശരിയാ. ദേ ഈ ചെടി കണ്ടോ, മക്കോട്ട ദേവ. ഇത് ഫുള്ള് ദേ കിരികിരാന്ന് പൂത്തേക്കുന്നു. ക്ലോസ് അപ്പ്. എടാ ഈ മാങ്ങയ്ക്കും നല്ല മണം. പൂവിൻ മണ്ടേ